Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രെച്ച് കമാൻഡിനെ കുറിച്ചിട്ടാണ്. സ്ട്രെച്ച് കമാൻഡ് എടുക്കാനായിട്ട് മെനു ബാറിൽ മോഡിഫൈ കൺട്രോൾ ഓപ്ഷൻ ആണ്. മോഡിഫൈ കൺട്രോൾ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് സ്ട്രെച്ച് കമാൻഡ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഹോം ടാബിൽ മോഡിഫൈ കൺട്രോൾ ഓപ്ഷൻ കാണാം. അവിടെ സ്ട്രെച്ച് കൊണ്ടുള്ള കമാൻഡ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കമാൻഡ് ബോക്സിൽ ജസ്റ്റ് എസ് ടൈപ്പ് ചെയ്താൽ മതി. എസ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിനെ ഇത് എക്സ്പ്ലോർ ചെയ്തു 4 സെപ്പറേറ്റ് ലൈൻ സെഗ്മെന്റ്സ് ആക്കി. ഞാനിപ്പോൾ ഈ ഈ ഒരു 3 ലൈൻസ് സെലക്ട് ചെയ്തു. അതായത് ഗ്രീൻ കളറിലുള്ള സെലക്ഷൻ, ക്രോസിംഗ് സെലക്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം സ്ട്രെച്ച് എസ് ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം കണ്ടോ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. കണ്ടോ എങ്ങനെ വെച്ചാൽ എത്ര ഡിസ്റ്റൻസിലാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. അതായത് നമുക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം സെലക്ട് ചെയ്യുക ഒബ്ജക്റ്റ്, ക്രോസിംഗ് സെലക്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം എസ് ടൈപ്പ് ചെയ്യുക. സ്ട്രെച്ചിന്റെ ഷോർട്ട് കീ എസ് ആണ്. ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എത്രയാണ് സ്ട്രെച്ച് ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് ഇവിടെ നോക്കി നോക്കാം. ഞാൻ ഇവിടെ ഒരു ബോക്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് 100 ആണ്. ഞാൻ ക്രോസിംഗ് സെലക്ഷൻ വെച്ചിട്ട് ഈ ഒരു 3 ലൈൻ സെലക്ട് ചെയ്തു. ഈ 3 ലൈൻ സെലക്ട് ചെയ്തതിനു ശേഷം സ്ട്രെച്ച് കമാൻഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ റൈറ്റിലേക്കാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു 50 മീറ്റർ എക്സ്ട്രാ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ 50 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 50 ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുക്കുക. ഈ ഒരു ടോട്ടൽ ഈ ലെങ്ത് 150 ആയിരിക്കും. അത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലീനിയർ എടുക്കുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു എൻഡ് പോയിന്റും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്ത് കണ്ട 150. അപ്പോൾ നമുക്ക് അങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ സ്ട്രെച്ചിങ്ങിൽ ഇവിടെ നോക്കുകയാണ്. ഞാനിവിടെ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിൽ വിൻഡോ സെലക്ഷൻ ആണ് ചെയ്യുന്നത്. വിൻഡോ സെലക്ഷൻ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തു റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. ബ്ലൂ കളറിലെ സെലക്ഷൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു. സെലക്ട് ചെയ്തു. എനിക്ക് സ്ട്രെച്ച് ചെയ്യേണ്ട പോർഷൻസ് സെലക്ട് ചെയ്തു. അതിനുശേഷം എസ് കമാൻഡ്, സ്ട്രെച്ചിന്റെ ഷോർട്ട് കീ എസ് ആണ്. എസ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യാനേ നമുക്ക് പറ്റുന്നില്ല, സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല. സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലൈനിന്റെ ലെങ്ത്തും കൂടി മൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാനേ പറ്റുന്നില്ല. അതായത് വിൻഡോ സെലക്ഷൻ വെച്ച് ചെയ്യുമ്പോൾ മൂവ് ചെയ്യാനേ പറ്റുന്നില്ല. വിൻഡോ സെലക്ഷൻ പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അതിന് പകരം ഞാൻ ക്രോസിംഗ് സെലക്ഷൻ ചെയ്യുന്നതായിരിക്കുക. അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തു. ഗ്രീൻ കളറിലെ സെലക്ഷൻ ചെയ്തു. അതിനുശേഷം ഇത്ര ഒബ്ജക്റ്റ് ആണ് എനിക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടി വരിക. ഇത്ര ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ സ്ട്രെച്ച് കമാൻഡിന്റെ ഷോർട്ട് കീ എസ് ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ്, അതായത് ബേസ് പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അടുത്ത പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഓർത്തോ ആയിട്ടാണ് ഇപ്പോൾ, അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. വേറെ രീതിയിൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് വേറെ രീതിയിൽ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ ഈ ഓർത്തോ മോഡ് ജസ്റ്റ് ഓഫ് ആക്കി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇഷ്ടപ്രകാരം ഏത് രീതിയിലാണ് സ്ട്രെച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് സ്ട്രെച്ച് ചെയ്യാം. ഓർത്തോ മോഡ് ജസ്റ്റ് ഓൺ ആക്കി കൊടുത്തു. എന്നിട്ട് റൈറ്റ് മോസ്റ്റിലേക്ക് സ്ട്രെച്ച് ചെയ്തു. ഇവിടെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ശരിക്കും എന്താ സ്ട്രെച്ച് ആണെന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഒക്കെ മിഡ് പോയിന്റ്, അതേപോലെ ഈ ആർക്കിന്റെ ഈ കോർണർ പോയിന്റ്, അങ്ങനത്തെ ഓരോ പോയിന്റ്സ് ഉണ്ട്. അതായത് നമുക്ക് ആ പോയിന്റ്സ് കിട്ടണമെങ്കിൽ കണ്ട എൻഡ് പോയിന്റ്, മിഡ് പോയിന്റ്, സെന്റർ, അങ്ങനെയുള്ള പോർഷൻസ് ആണ് ശരിക്കും സ്ട്രെച്ച് ആവുന്നത്. ഇനി നമുക്ക് ഈ ഒരു റെക്ടാങ്കിളിന്റെ ഈ ഒരു പോർഷൻ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ, കാരണം ഈ റെക്ടാങ്കിളിന്റെ ഞാൻ വിൻഡോ സെലക്ഷൻ ചെയ്യാനായിരിക്കുക. അതായത് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഗ്രീൻ അല്ല ബ്ലൂ കളറിലെ വിൻഡോ സെലക്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം എസ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേണ്ട മൂവ് ചെയ്യാണ് ചെയ്യുന്നത്, സ്ട്രെച്ച് അല്ല ആവുന്നത്. അപ്പൊ മൂവ് ചെയ്യണമെങ്കിൽ വിൻഡോ സെലക്ഷൻ ആണ് ചെയ്യുക. സ്ട്രെച്ച് കമാൻഡിന്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ സ്ട്രെച്ച് കമാൻഡിന്റെ അവിടേക്ക് പോയാൽ മതി. സ്ട്രെച്ച് കമാൻഡ് അവിടെ കുറച്ച് നേരം മൗസ് വെച്ചാൽ നമുക്ക് സ്ട്രെച്ച് കമാൻഡ് എങ്ങനെ യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതിൽ എഴുതിയിട്ടുണ്ട് വിൻഡോ സെലക്ഷനിലും ക്രോസിംഗ് സെലക്ഷനിലും എങ്ങനെയാണത്. വിൻഡോ സെലക്ഷനിലാകുമ്പോൾ മൂവ് ചെയ്യും, ക്രോസിംഗ് സെലക്ഷനിലാകുമ്പോൾ സ്ട്രെച്ചും കൂടി ചെയ്യും. ഞാനിപ്പോൾ ഈ റെക്ടാങ്കിൾ ഞാൻ ക്രോസിംഗ് സെലക്ഷൻ ചെയ്യണം. ഇവിടുന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ലെഫ്റ്റിലേക്ക്, അതായത് ഗ്രീൻ കളറുള്ള സെലക്ഷൻ ഈ ഒരു സെലക്ട് ചെയ്തു. അതിനുശേഷം എസ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു. അതിനുശേഷം ബേസ് പോയിന്റ് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം താഴേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ട്രെച്ച് ആവാൻ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. ഞാൻ സ്ട്രെച്ച് ആവണ്ട. ഈ ഒരു 3 ലൈൻ മാത്രം നമുക്ക് സ്ട്രെച്ച് ചെയ്താൽ മതി. അതിന് ഞാൻ 3 ലൈൻ മാത്രം മതി. അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് നിന്നാണ് ക്ലിക്ക് ചെയ്യുന്നത്. കണ്ട ഈ ഒരു 3 ലൈനാണ് നമുക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടത്. ഞാൻ അതിനുശേഷം എസ് അടിക്കുന്നതിന് എസ് ആണ് സ്ട്രെച്ചിന്റെ ഷോർട്ട് കീ എസ്, ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യാം. ഒരു ഡിസ്റ്റൻസ് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സെക്കൻഡ് പോയിന്റ് എവിടെയാണ് വേണ്ടത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇത് 3 വീണ്ടും സെലക്ട് ചെയ്തു. അതായത്
സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എസ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ജസ്റ്റ് എസ് ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം സെക്കൻഡ് പോയിന്റ് എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ആദ്യം ക്രോസിംഗ് സെലക്ഷൻ ചെയ്യുക. ഗ്രീൻ കളറിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ എസ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി നമുക്ക് ബേസ് പോയിന്റ് ആണ് ചോദിക്കുന്നത്. ഞാൻ ബേസ് പോയിന്റ് ഇപ്പോൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എവിടേക്കാണോ വേണ്ടത്, അതായത് സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഒന്നെങ്കിൽ ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് പോവുക. ഡിസ്റ്റൻസ് ഒന്നെങ്കിൽ പോസിറ്റീവ് അടിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കാം. -5 അടിച്ചു. -5 അടിച്ചപ്പോൾ ഉള്ളിലേക്കാണ് പോയത്. അത് വീണ്ടും നോക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ 3 ലൈൻ സെലക്ട് ചെയ്തു, എസ് അടിച്ചു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം -25 അടിച്ചു, ജസ്റ്റ് എൻ്റർ അടിച്ചു. കണ്ടോ, ഇപ്പോൾ ഈ ഒരു സൈഡിലേക്കാണ് പോയത്. പോസിറ്റീവ് അടിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും. ഒന്നുകൂടി ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ 3 ലൈൻ സെലക്ട് ചെയ്തു, ജസ്റ്റ് എസ് അടിച്ചു, ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇപ്പോൾ ഞാൻ പോസിറ്റീവ് ആണ് കൊടുക്കുന്നത്. പോസിറ്റീവ് 25 കൊടുത്തിരിക്കുക. സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം പോസിറ്റീവ് 25 അടിച്ചു കൊടുത്താൽ ഈ സൈഡിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസും ടൈപ്പ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തും സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് സ്ട്രെച്ചിൽ നോക്കാനുള്ളത്.